എല്ലാവർക്കും നല്ല നമസ്കാരം. മനസ്സിന്റെ ഉള്ളിൽ നിന്നും വയനാട് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രകൃതിയോട് ചേർന്നിണങ്ങി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂടെയുള്ള നമ്മുടെ ആദിവാസി ജനവിഭാഗം, അവർക്കിന്നും നല്ലൊരു മോചനവും നല്ലൊരു മുന്നേറ്റവും ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് അങ്ങേയറ്റമൊന്നും സാധിച്ചിട്ടില്ല. എങ്കിലും നമ്മളാൽ പറ്റുന്ന ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇന്നിവിടെ നാം സാക്ഷ്യം വഹിക്കുന്നത് മഹത്തായ വലിയൊരു കാര്യമാണ്. അവരില് ഭിന്നശേഷിയായിട്ടുള്ള ചില ആളുകൾക്ക്, മെഡിക്കൽ ബോർഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഇന്ന് അവർക്ക് പല തരത്തിലുള്ള സഹായങ്ങൾ ഇവിടെ വിതരണം ചെയ്യുകയാണ്. അവരുടെ ജീവിതത്തിനെ പരിപോഷിക്കുന്ന രീതിയിലുള്ള ചില സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് നടക്കുവാനുള്ള സഹായങ്ങൾ, അവരുടെ ജീവിതത്തിലെ മുന്നോട്ട് നയിക്കുവാനുള്ള അവരുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് രവികുമാർ സാർ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ വയനാട് ജില്ലയുടെ സെഷൻസ് ജഡ്ജായിരിക്കുന്ന ഹാരിസ് സാർ നമ്മോടൊപ്പമുണ്ട്. DLSA സെക്രട്ടറി, വയനാട് ജില്ലാ DLSA സെക്രട്ടറി രാകേഷ് സാർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയുള്ള ഡെലിഗേറ്റ്സ് എല്ലാവരും തന്നെ ഇന്ന് കൂടെയുണ്ട്. ഞാൻ ഓരോരുത്തരിലേക്കും വരാം. നമുക്കൊരു നിമിഷം ദൈവത്തെ ഒന്ന് ഓർത്തുകൊണ്ട്, കാരണം ദൈവമാണല്ലോ എല്ലാം ക്രമീകരിക്കുന്നത്, നമുക്കൊന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വയനാട് ജില്ലയുടെ സബ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ K. രാജേഷ് സാറിനെ സ്വാഗതം പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. രാജേഷ് സാർ, പ്ലീസ്. താങ്ക് യു ഗ്ലോറി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വയനാട് ജില്ലാ ജഡ്ജും DLSAയുടെ ചെയർമാനുമായ ശ്രീ ഹാരിസ് സർ, വളരെ ആരാധ്യനായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ്, കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും CT രവികുമാർ സർ, CR Composite Regional Center for Skill Development, Rehabilitation and Empowerment of Persons with Disabilities, Kozhikode Director Dr. Roshan Bijli, NIE-PMT ചെന്നൈയുടെ ഒഫീഷ്യേറ്റിംഗ് ഡയറക്ടർ ശ്രീ നച്ചികേത റാവു, ഇന്ന് നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന വയനാട് ജില്ലയിലെ എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സും, കൂടാതെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിവിധ ജില്ലകളിലെ സെക്രട്ടറിമാർ, ITDP ചെയർപേഴ്സൺ ശ്രീ ചെറിയാൻ, നിർമ്മല ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചലഞ്ച് പ്രിൻസിപ്പൽ ശ്രീ ജെസി മാൻകോട്ടിൽ, ഇന്ന് നമ്മോടൊത്ത് കൂടിയിട്ടുള്ള അസിസ്റ്റന്റ് CRCയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുനീഷ്, അതിലെല്ലാം ഉപരി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയനാട് ജില്ലയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഒരുപാട് സഹായം നൽകി. അവരെല്ലാവരും, അതിൽ ബഹുഭൂരിപക്ഷം ആരും നമ്മളുടെ കൂടെ ഇന്ന് കൂടാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 2019 നവംബർ മാസത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയും കോഴിക്കോട് CRCയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയനാട് ജില്ലയിലെ ഷെഡ്യൂൾഡ് ട്രൈബുകളുടെ ഇടയിൽ അംഗവൈകല്യം സംഭവിച്ച ആളുകൾക്ക് എയ്ഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് നൽകുന്നതിന് വേണ്ടി വളരെ ബൃഹത്തായ ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. ആ ക്യാമ്പുകളിൽ 218 രോഗികൾ ബത്തേരിയിലും പുൽപ്പള്ളിയിലുമായി നടത്തിയ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയുണ്ടായി. അത്തരം രോഗികളിൽ നിന്ന് 40% ഡിസബിലിറ്റിയിൽ കൂടുതലുള്ള 58 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടുന്ന എയ്ഡ്സ്, ഫിസിക്കൽ എയ്ഡ്സ് നൽകുന്ന ഒരു സംരംഭം സ്പർശം എന്ന പേരിൽ വയനാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി തുടങ്ങിവെക്കുകയുണ്ടായി. ആയതിന്റെ ഭാഗമായി ഈ കണ്ടെത്തിയ ആളുകൾക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ കളക്ട് ചെയ്യാനും അക്യുമുലേറ്റ് ചെയ്യാനും സാധിച്ചുവെങ്കിലും ഡിസംബറിലെ കോവിഡ് പാൻഡമിക് വന്നത് കാരണം അത് ബെനിഫിഷ്യറീസിന്റെ കയ്യിൽ എത്തിക്കുന്നതിന് വേണ്ട ചെറിയ കാലതാമസം വന്നു.
ഈ കാലതാമസം വരാനുള്ള പ്രധാന കാരണം കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായി നമുക്ക് യാത്രകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വയനാട്ടിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും തന്നുകൊണ്ട് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇത്രയും ഭംഗിയായി അത്തരം എക്യുപ്മെന്റ്സ് അതാത് ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. കോവിഡ് പാൻഡമിക്കിന് ഇടയിലും ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾക്കിടയിലും ഇത്തരം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനും ആവശ്യമായ ആളുകൾക്ക് സഹായങ്ങൾ എത്തിക്കാനും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഹാരിസ് സർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും ഫോർമാലിറ്റിയുടെ പേരിലും സാറിനെ നമ്മൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം. ഇങ്ങനെയൊരു സംരംഭം പ്രവർത്തനത്തിലുണ്ടെന്നും കുറച്ചു പേർക്കെങ്കിലും നമ്മളുടെ സഹായം എത്തിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്നും അറിയിച്ച സമയം എത്രയും പെട്ടെന്ന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൺസിഡർ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഇത്തരം സഹായങ്ങൾ അവരവരുടെ കൈകളിൽ എത്തിക്കണം എന്ന് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മളോട് ഉപദേശിച്ച ഒരു മഹത് വ്യക്തിയാണ് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ CT രവികുമാർ സർ. കോവിഡ് മഹാമാരിയുടെ ഭാഗമായി ഈ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 2-3 പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വന്നപ്പോഴും സാറ് പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കൂ, നമുക്ക് ഉദ്ഘാടനങ്ങളെല്ലാം പിന്നീടാക്കാം, അതിനെല്ലാം അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനം എന്ന് സാറ് പറയുകയുണ്ടായി. സാറിന്റെ ആ ആത്മാർത്ഥമായ ഉപദേശവും നിർദ്ദേശങ്ങളും കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇത്തരമൊരു സംരംഭം ഒരുക്കാൻ സാധിച്ചത്. ഈ ഒരു യോഗത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാർ എത്തിയതിൽ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്. സാറിന് ഈ യോഗത്തിലേക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി വളരെ ആദരപൂർവ്വം ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കം. കോമ്പസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റിന്റെ ചെന്നൈ യൂണിറ്റിന്റെ ഡയറക്ടറാണ് മിസ്റ്റർ കെൽസിയുടെ. അതിനു മുമ്പ് കെൽസിയുടെ മെമ്പർ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജുമായ നിസാർ അഹമ്മദ് സാർ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സാർ വിളിച്ചു ചോദിക്കും, രാജേഷ്, ആ സാധനങ്ങൾ അവർക്ക് എത്തിക്കാൻ നമുക്ക് പറ്റിയില്ലേ, ട്രാൻസ്പോർട്ടേഷന്റെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പറയണം, നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത്രത്തോളം സ്വാതന്ത്ര്യവും അത്രത്തോളം താല്പര്യവും എടുത്ത സാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ യോഗത്തിൽ കീനോട്ട് അഡ്രസ് പറയുന്ന ശ്രീ നിസാർ അഹമ്മദ് സാറിനെ, കെൽസിയുടെ മെമ്പർ സെക്രട്ടറിയും ഡിസ്ട്രിക്ട് ജഡ്ജുമായ ശ്രീ നിസാർ അഹമ്മദ് സാറിനെ വളരെ സ്നേഹത്തോടെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. സർ, വെൽക്കം. CRCയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോമ്പസിറ്റ് റീജിയണൽ സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഓർഗനൈസേഷനാണ് ഇതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ആളുകളുടെ പരിശോധനകൾക്കും അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾക്കും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റുകൾക്കും എല്ലാം വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ അവരാണ്. അവരുടെ ചെന്നൈ യൂണിറ്റിന്റെ NIEP MD ഒഫീഷ്യേറ്റിംഗ് ഡയറക്ടർ ശ്രീ നചികേത റാവു ഇന്ന് നമ്മളുടെ കൂടെ ഈ യോഗത്തിലുണ്ട്. സാറിന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. With the permission of our executive chairman, he did not know Malayalam. Shri Nachiketa Rao sir is always helping District Legal Service Authority and CRC in a great manner, and with his help, these documents can be delivered in Wayanad district in a fastest manner. With great pleasure, we welcome you, sir, to this function. Welcome, sir. വയനാടിന്റെ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ
ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ITDP പ്രോഗ്രാം, ITDP വകുപ്പ് നമ്മുടെ ജില്ലയിലുണ്ട്. ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ബത്തേരിയിൽ നിർമ്മൽ ജ്യോതി സ്കൂളിൽ എത്തിച്ചെങ്കിലും അത് വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം നമുക്കുണ്ടായിരുന്നില്ല. ആ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും അതിനുവേണ്ട എല്ലാ മെൻ പവറും തന്ന് ഹെൽപ്പ് ചെയ്തത് ITDP ഡിപ്പാർട്ട്മെന്റാണ്. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാം ഓഫീസറായ ചെറിയാനെ ഈ യോഗത്തിലേക്ക് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം വയനാട്ടിൽ, മാർച്ചോടുകൂടി ഈ സാധനങ്ങളെല്ലാം തന്നെ വയനാട്ടിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങളുടെ മാറ്റം കാരണം അത് നമുക്ക് ആളുകൾക്ക്, ബെനഫിഷ്യറീസിന്റെ കൈകളിൽ എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ഇത്രയും സാധനങ്ങൾ, വീൽ ചെയറുകളും ക്രച്ചസും ഹിയറിംഗ് എയ്ഡുകളും പഠനോപകരണങ്ങളും എല്ലാം സൂക്ഷിക്കുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായി വന്നിരുന്ന സമയത്ത് ബത്തേരിയിലെ നിർമ്മൽ ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ച്ഡ് എന്ന സ്ഥാപനത്തിന്റെ സൗകര്യം നമുക്ക് വേണ്ടി ഒഴിവാക്കി തരികയും ഈ സമയം വരെ അത്തരം സാധനങ്ങൾ വളരെ വൃത്തിയായും ഭംഗിയായും സൂക്ഷിക്കാനും അവർ നമ്മോട് സഹകരിക്കുകയുണ്ടായി. അതിന്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ ജെസി മാൻകോട്ടിലിനെ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി വളരെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊത്ത് വയനാട്ടിലെ എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സും പങ്കെടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടി എല്ലാ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ വിവിധ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളുടെ സെക്രട്ടറികൾ ഇന്ന് നമ്മോടൊത്ത് യോഗത്തിൽ പങ്കുചേരുന്നുണ്ട്. പേരെടുത്ത് പറയാതെ തന്നെ എല്ലാവരെയും വ്യക്തിപരമായി ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ITDP ഓഫീസേഴ്സ്, CRCയിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, നമ്മളുടെ ബെനിഫിഷ്യറീസായി നമ്മളുടെ യോഗത്തിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ മഹനീയ സദസ്സിന് അങ്ങേയറ്റം ആത്മാർത്ഥമായി സ്വാഗതം അർപ്പിച്ച വയനാട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായിരിക്കുന്ന രാജേഷ് സാറിനെ അങ്ങേയറ്റം നന്ദിപൂർവ്വം ഓർക്കുന്നു. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി മറ്റാരുമല്ല, വയനാട് ജില്ലയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു ജഡ്ജായി ഇതിനോടകം തന്നെ മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ഹാരിസ് സാറാണ്. ഐ ഇൻവൈറ്റ് എ ഹാരിസ് സാർ, the Honorable Sessions and District Judge of Wayanad District, to deliver the presidential address. Sir, please. Thank you, Glory. Good evening, one and all. ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യാമെന്ന് സദയം ഒരു മടിയില്ലാതെ ഏൽക്കുകയും അതിനുവേണ്ടി വേദിയിൽ സന്നിഹിതനാവുകയും ചെയ്ത ബഹുമാന്യനായ നമ്മുടെ ആദരണീയനായ ഹൈക്കോടതി ജഡ്ജ് മിസ്റ്റർ ജസ്റ്റിസ് CT രവികുമാർ സാർ, എക്സിക്യൂട്ടീവ് ചെയർമാൻ കെൽസ, ഈ പ്രോഗ്രാമിൽ ഇവിടെ ചീഫ് ഗസ്റ്റായി സന്നിഹിതനായിരിക്കുന്ന ശ്രീ മാത്യു കാട്ടാറോ, ഒഫീഷ്യറ്റിംഗ് ഡയറക്ടർ NIPMD ചെന്നൈ, അതുകൂടാതെ ഈ പ്രോഗ്രാമിൽ കീനോട്ട് അഡ്രസ് നടത്തുന്നവരായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ നിസാർ അഹമ്മദ്, ഡിസ്ട്രിക്ട് ജഡ്ജ് മെമ്പർ സെക്രട്ടറി കെൽസ, ഈ പ്രോഗ്രാമിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഡോക്ടർ റോഷൻ ബിജിലി, ഡയറക്ടർ CRC കോഴിക്കോട്, ഇപ്പോൾ സ്വാഗതം പറഞ്ഞ ശ്രീ K രാജേഷ്, ഈ പ്രോഗ്രാമിന് മഹത്തായ പ്രോഗ്രാമിന് ആശംസകൾ പറയുന്ന KC ചെറിയാൻ, ITDP പ്രോജക്ട് ഓഫീസർ വയനാട്, ശ്രീ ജെസ്സി മാൻകോട്ടിൽ, പ്രിൻസിപ്പൽ, നിർമ്മൽ ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ച്ഡ് വയനാട്, അതുകൂടാതെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന ഡോക്ടർ സുനീഷ് TV, അസിസ്റ്റന്റ് പ്രൊഫസർ CRC കോഴിക്കോട്, ഇപ്പോൾ എന്നെ പ്രത്യേകം ക്ഷണിച്ച അഡ്വക്കേറ്റ് ഗ്ലോറി, അതുകൂടാതെ ഈ ജില്ലയിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ്,
മറ്റുള്ള ജില്ലയിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ്, DLSA ചെയർമാൻ, എല്ലാ ജില്ലയിലും DLSA സെക്രട്ടറിമാർ, അതുകൂടാതെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രോഗ്രാമിന്റെ സത്ത എന്ന് പറയാവുന്ന ഈ പ്രോഗ്രാമിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും. ബഹുമാന്യരെ, നമുക്കറിയാവുന്ന പോലെ ഈ സ്പർശം പ്രോജക്റ്റിന്റെ ഭാഗമായി DLSA-യുടെ നേതൃത്വത്തിൽ CRC കോഴിക്കോടിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ മഹത്തായ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഹൈക്കോടതി ജഡ്ജി CT രവികുമാർ സാറാണ്. ആ സന്തോഷം ഞാൻ ഇവിടെ പ്രത്യേകം അറിയിക്കുന്നു. സാറിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഞാൻ 2 ദിവസം മുമ്പ് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഫോൺ ചെയ്തപ്പോൾ സാർ ഒരു വിഷമവും കൂടാതെ അതേസമയം അതീവ തൽപരനായി പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ഈ പ്രോഗ്രാംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി തന്നെ രവികുമാർ സാർ ചോദിച്ചറിയുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യേണ്ടതിൽ ആവശ്യകത ബോധ്യപ്പെടുത്തുമാർ സാർ എന്നോട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട പോലെ തന്നെ നമുക്കറിയാം ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ദൗർബല്യം 2 തരത്തിലാണ് ഇവിടെ ബെനിഫിഷ്യറീസിനുള്ളത്. ഒന്ന്, ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ. നമുക്കറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ട, സൈഡ് ലൈൻ ചെയ്യപ്പെട്ട വിഭാഗമാണല്ലോ ട്രൈബൽ വിഭാഗങ്ങൾ. മെന്റലി ചാലഞ്ച് ആവുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് താലൂക്കുകളിലെ ട്രൈബൽ വിഭാഗത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന 52 പേരാണ്. അതുകൂടാതെ നോൺ ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് 6 പേരും അടക്കം ആകെ 58 പേർക്കാണ് ഇവിടെ ഉപകരണങ്ങൾ ഇവിടെ രാജേഷ് സെക്രട്ടറി സവിസ്തരം പറഞ്ഞ പോലെ വിതരണം ചെയ്യുന്നത്. അതിൽ വീൽ ചെയർസ് ഉണ്ട്, ട്രൈ സൈക്കിൾസ്, എൽബോ ക്രഷസ്, വാക്കേഴ്സ്, റൊളേറ്റർ, ഹിയറിംഗ് എയ്ഡ്സ്, ഓക്സിലറി ക്രഷസ്, കെയിൻസ് എന്നീ ഉപകരണങ്ങളാണ് നമ്മൾ ഈ മഹത്തായ സംരംഭത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറെയെല്ലാം വിതരണം ചെയ്തു തുടങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സന്തോഷത്തോടെ അറിയിക്കട്ടെ, വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പ്രോജക്റ്റുകൾ തുടർന്ന് നടത്തുന്നതിനാണ് നമുക്ക് താല്പര്യം. അതിന് എനിക്ക് ഉറപ്പാണ് കെൽസയുടെ ബഹുമാന്യനായ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സന്റെയും മെമ്പർ സെക്രട്ടറിയുടെയും പരിപൂർണ പിന്തുണ ഉണ്ടാവുമെന്നും CRC പോലുള്ള സംഘടനകൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കുമെന്നും അവരുടെ സഹകരണത്തോടെ ഇനിയും മികച്ച പ്രകടനങ്ങൾ ഇവിടെ നടത്താൻ പറ്റുമെന്നും ഉത്തമ വിശ്വാസം എനിക്കുള്ളത് ഞാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. CRC അഥവാ കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ കോഴിക്കോട്, അത് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റിന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവരുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലെ ഒരു സർവീസ് മോഡാലിറ്റിയാണ് CRC എന്ന് പറയുന്നത്. ഇതിന്റെ മഹത്തായ ഉദ്ദേശം നമ്മളെല്ലാം മനസ്സിലാക്കിയ പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മേൽപ്പറഞ്ഞ ഡിസേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചേഴ്സും റിസോഴ്സസും അനുഭവവേദ്യമാക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് CRC. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള I think it is 7 in number subject to correction. ഏതായാലും 10-ൽ കുറവായുള്ള CRC-കളിൽ ഒന്നാണ് കോഴിക്കോട് 2011 മുതൽ പ്രവർത്തിച്ചു വരുന്ന കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇറ്റ് ഈസ് സബ്ജക്ട് ടു കറക്ഷൻ. അത് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CRC ഫംഗ്ഷൻ ചെയ്യുന്നത് ചെന്നൈയിലെ NIEPMD, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപവർമെന്റ്
of persons with multiple disabilities, in short form NIP, NIE, PMD. അതിന്റെ കീഴിലാണ് ഈ CRC വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് we are lucky to have the chief guest, NIPDയുടെ officiating director. We are lucky to have him here. നമുക്കറിയാവുന്ന പോലെ ഞാൻ കുറച്ച് പൊതുകാര്യങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന ആളുകളോട് സമൂഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒട്ടും ആശാവഹമല്ല. ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിന് മൊത്തത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോട് അല്ലെങ്കിൽ ഫിസിക്കലി മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരോട് സ്നേഹമില്ലാത്തതിൻ്റെയോ അല്ല സിമ്പതി ഇല്ലാത്തതിൻ്റെയോ കാര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ അടുത്തിടെ വാട്സപ്പിലും മറ്റുമൊക്കെ കണ്ട മാതിരി 2 കൈകളും കാലുകളും ഇല്ലാത്ത കുട്ടികൾ വരെ അവർ സമൂഹത്തിൽ മുഖ്യധാരയിൽ ലയിച്ചു ചേർന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ സമൂഹം ഒരു ദയാപരമായ അപ്രോച്ചാണ് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ വയ്യ. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നത് പോലെ തന്നെ സിമ്പതി എന്നുള്ള വാക്ക് ചെലവില്ലാതെ നമുക്ക് പറയാം. സിമ്പത്തിക് towards the blind man, a person who is not able to speak, നമുക്ക് പറയാവുന്ന കാര്യമാണ്. എന്നാൽ സത്യത്തിൽ അവര് സിമ്പതി അല്ല അവർ അർഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ നമ്മോട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ നമ്മൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം തന്നെ എമ്പതിയാണ് അവർക്ക് വേണ്ടത്. അതായത് സമാനുഭാവം, അതാണ് അവർ താല്പര്യപ്പെടുന്നത്. എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ പറഞ്ഞു ഫലിപ്പിക്കുക എന്നുള്ളത് അല്ല എൻ്റെ ലക്ഷ്യം. പക്ഷേ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ഈ സമൂഹത്തിലെ അവശ്യ വിഭാഗങ്ങളെ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ സ്വയം മാറ്റേണ്ടതുണ്ട്. വളരെ ചുരുക്കിയാൻ പറയാം, ഈ ദുർബല ഈ മാനസിക വൈകല്യങ്ങളോ അവരിൽ ഒരു തരത്തിലുള്ള അപകർഷതാബോധവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസബിലിറ്റികൾ ഒന്നും തന്നെ അവരിൽ ഉള്ളതായി ഒരു ഫീലിംഗ് അവരൊരിക്കലും തന്നെ തോന്നാത്ത രീതിയിലുള്ള സമീപനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുതന്നെയാണ് അവർ ആവശ്യപ്പെടുന്നതും സമൂഹത്തോട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ധരായിട്ടുള്ള ആൾക്കാരായാലും മറ്റു ഭിന്നശേഷിക്കാരായാലും മറ്റ് കയ്യോ കാലോ ഇല്ലാത്തവരാണെങ്കിൽ എല്ലാം തന്നെ അവർ നമ്മുടെ മാതിരി ജീവിതാവസരങ്ങൾ ഉള്ള ആളുകളാണ് എന്നുള്ള ഫീലിംഗ് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് അവരെ കൂടി കൺവേ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ഒരു വ്യത്യാസമൊന്നും ഇല്ലെന്നും അവരിങ്ങനെ വൈകല്യമുള്ളതോടൊപ്പം തന്നെ അവർക്ക് പല രീതിയിലുള്ള കഴിവുകൾ പ്രകടമാക്കാൻ ദൈവം അപാരമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ബോധം അവരിൽ സൃഷ്ടിക്കാൻ ഉതകുന്ന പെരുമാറ്റമായിരിക്കണം നമ്മളിന്ന് ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സിമ്പതി അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സഹതാപം ചൊരിയുന്നതിന് പകരം നമ്മൾ എമ്പതി എന്ന് പറഞ്ഞാൽ വി ആർ പുട്ടിങ് ourselves ഇൻ ദ ഷൂ ഓഫ് അതേഴ്സ്. ഒരു ആരോടാണോ നമ്മൾ അനുകമ്പ സമാനുഭാവം തോന്നുന്നത് നമ്മൾ അവരായെങ്കിൽ എന്ന് സ്വയം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഒരു എക്സ്റ്റെന്റ് വരെ, അത് കൂടുതലായാലും കുഴപ്പമാണ്. അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിൽ എങ്ങനെയെല്ലാം പൂർത്തീകരിക്കപ്പെടാം എന്നുള്ളത് അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ ഉതകും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുകൊണ്ട് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ശരിയാണ്, ഒരുപാട് ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷെ നമ്മൾ എപ്പോഴും കരുതുന്നത് അവർ കുറച്ച് ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാർ, നമ്മളെല്ലാം തികഞ്ഞവര്. ആ ബോധം അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ആ ഫീലിംഗോട് കൂടി നമ്മളങ്ങനെ കരുതുന്നുണ്ടെന്ന് ഒരിക്കലും തന്നെ അവർ മനസ്സിലാക്കാത്ത രീതിയിൽ ആവണം നമ്മുടെ പ്രവർത്തനം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വലിയ ഡാമേജിങ് ആയിട്ടുള്ള ഫലം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പലരെയും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും ഒക്കെ തന്നെ വന്ന് സംസാരിക്കുകയും അവരുടെ വിവിധ
കോംപ്ലക്സും കൂടാതെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മളെപ്പോഴും ഒരു അനാവശ്യമായുള്ള സിമ്പതി അവരിൽ ചൊരിയുകയും അവരുടെ വൈകല്യങ്ങളെ കുറിച്ച് അവരെ ബോധവാരാക്കുകയും ചെയ്യുക എന്നുള്ള കൃത്യം നമ്മൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം എന്നാണ് എന്റെ പോയിന്റ്. അതേസമയം തന്നെ നമ്മൾ മുഖ്യധാരയിൽ അവർക്ക് വരാനുള്ള വെമ്പൽ നമ്മൾ ഉൾക്കൊള്ളുകയും അവരെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിച്ച് നമ്മുടെ സ്വന്തമായിട്ട് കരുതുകയും നമ്മളിൽ ഒരാളായി തന്നെ അവരെയും കരുതി ഒരു ഈക്വൽ ഫൂട്ടിങ്ങിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്തു എന്നുള്ള ബോധം അവർക്ക് സൃഷ്ടിക്കാൻ ഉതകുന്ന പെരുമാറ്റമായിരിക്കണം അവർക്കുണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഈ ചുരുങ്ങിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്. അതിന് തീർച്ചയായും നമ്മളെ ഈ ഡെൽസയുടെയും കെൽസയുടെയും ഈ CRCയുടെയും പ്രവർത്തനങ്ങൾ ഉപകരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോ ഞാൻ നിർത്തട്ടെ, കൂടുതലൊന്നും പറയാനില്ല. ഞാൻ വളരെ ആഹ്ലാദത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ അഭിമാനത്തോടുകൂടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാന്യനായ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജായ ജസ്റ്റിസ് മിസ്റ്റർ ശ്രീ CT രവികുമാർ സാറിനെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഞാൻ ക്ഷണിക്കുകയാണ്. എന്റെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രോഗ്രാം പ്രകാരം നമ്മൾക്ക് റിപ്പോർട്ടാണ്. ഐ തിങ്ക് ഡോക്ടർ റോഷൻ ബിജ്ലി പ്ലീസ് ബെയർ വിത്ത് us. May I now invite Honorable Justice Mr. Justice C.T. Ravikumar, the Judge of the Honorable High Court of Kerala and the Executive Chairman of Kerala Legal Services Authority. ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ആദിവാസി വിഭാഗത്തിലെ സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഞങ്ങൾ മലയാളം ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ദിവസമാണിന്ന്. വലിയ വലിയ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ജുഡീഷ്യൽ ന്യായാധിപന്മാരും നമ്മുടെ കൂടെ ആയിരിക്കുക, നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനർത്ഥം അവർ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഏറെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ജസ്റ്റിസ് CT രവികുമാർ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? രവികുമാർ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ഇത്തരൊരു സന്ദർഭത്തില് എല്ലാവരും ഒരേപോലെ പ്രാധാന്യത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയായതുകൊണ്ട് ആരെയും തന്നെ പേരെടുത്ത് പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ബഹുമാന വ്യക്തികൾക്കും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ഒരു ആശംസയും കൂടെ ഉണ്ട്. കാരണം ഇന്ന് വളരെ സന്തോഷം നൽകുന്ന ഒരു സായാഹ്നമാണ്. മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക, അതിനേക്കാൾ സംതൃപ്തി നൽകുന്ന മറ്റൊരു പ്രവൃത്തിയുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിയമസഹായ അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് കോടതികളുടെ മുമ്പിലെത്തുന്ന, അല്ലെങ്കിൽ എത്താൻ സാധ്യതയുള്ള അത്തരം കേസുകളിൽ മാത്രം ഉപദേശം കൊടുക്കുന്ന, സഹായം കൊടുക്കുന്ന ഒരു അതോറിറ്റി എന്ന രീതിയിലാണ്. പക്ഷേ എന്റെ വിശ്വാസം അതിനേക്കാൾ ഇതിന് പ്രാധാന്യമുള്ളത് മനുഷ്യർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവിത രീതികൾ, ആ ജീവിതത്തിന്റെ മാർഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുവാൻ കഴിയുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തില് ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ഇത്തരത്തിലുള്ള സമിതി, ഒരു അതോറിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടുക എന്നാണ് എന്റെ വിശ്വാസം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇത്തരം അതോറിറ്റികളൊക്കെ തന്നെ പ്രസംഗത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രവർത്തികൾക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വൈകിയ വേളയില് ഒരു ദീർഘമായ പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അതോറിറ്റി സ്വന്തമായും അതുപോലെ തന്നെ മറ്റ് അസോസിയേഷനുകളോടുകൂടെ തന്നെ ചേർന്നുകൊണ്ട്
പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അതിലൊന്നാണ് ഇത് നടക്കുന്നത്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ അനുകമ്പയല്ല വേണ്ടത്. കാരണം അവർ അനുകമ്പയോടുകൂടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമല്ല വാങ്ങിക്കാൻ നിൽക്കുന്നത്. അവകാശം, മനുഷ്യന്റെ അവകാശം. ഒരു മനുഷ്യനായി ജീവിക്കുവാൻ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് നേടിയെടുക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും അവകാശമുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നതോ നമ്മുടെ ഒരു അക്കാര്യമല്ല, അവർക്ക് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട കാര്യം മാത്രം. ആ അർഹതപ്പെട്ട കാര്യം എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വിഷമം മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ എത്രമാത്രം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അതിലാണ് നമ്മുടെ വിജയം നിൽക്കുന്നത്. ഇന്ന് 58 പേർക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ നമ്മൾ കൊടുക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ രീതി, ആ ജീവിതശൈലി കുറെ കൂടി സുഗമമാക്കുവാൻ, കുറെ കൂടി നല്ല രീതിയിലാക്കുവാൻ അവരെ സഹായിക്കുകയാണ്. ഈ സഹോദരങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഇതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അനുഭവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അവരെയൊക്കെ നമുക്ക് എത്രമാത്രം സഹായിക്കുവാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ഉദ്യമങ്ങള് വീണ്ടും വീണ്ടും സ്വന്തമായും മറ്റുള്ള തരത്തിലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രവർത്തനത്തിന് നല്ല ഊർജം നൽകുന്ന ഒരു സായാഹ്നമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ, ആശംസകൾ. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികളുമായി മുന്നോട്ട് പോകാം, അതിന് ഒത്തൊരുമിക്കാം, ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എന്റെ താങ്ക് യു വെരി മച്ച് സാർ ഫോർ യുവർ കൈൻഡ് ആൻഡ് ലവിംഗ് വേർഡ്സ്. സാർ നമ്മളോട് വളരെ മനോഹരമായി, ഹൃദ്യമായി ഹാരിസ് സാർ പറഞ്ഞു, നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. അത് തന്നെ അവർക്ക് അവരുടെ അവകാശമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CT രവികുമാർ സാർ നമ്മളോട് പറഞ്ഞത്. സാർ ഒരുപാട് നന്ദി രണ്ടുപേർക്കും. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ഡോക്ടർ റോഷൻ ബിജിലി KN, ഈസ് ഡയറക്ടർ ഓഫ് CRC കോഴിക്കോട്. കമ്പോസിറ്റ് റീജിയണൽ സെന്ററിന്റെ ഡയറക്ടറാണ് റോഷൻ ബിജിലി. ഞങ്ങൾ കോളേജ് മേറ്റ് ആയിരുന്നു. കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ 3 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം എന്തുമാത്രം ഏതെല്ലാം പെയിൻ എടുത്ത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെന്ന് സഹായിക്കാൻ വേണ്ടി അങ്ങേയറ്റം ഊർജ്ജസ്വലനായിട്ടുള്ള ഈസ് എ ഡോക്ടർ ടു. സോ ഐ ഇൻവൈറ്റ് ഡോക്ടർ ബിജിലി ടു പ്രസന്റ് ദ റിപ്പോർട്ട്. ഡോക്ടർ ബിജിലി പ്ലീസ്. ഏറ്റവും ബഹുമാനപ്പെട്ട ജില്ലാ സെഷൻസ് ജഡ്ജ് ബഹുമാന്യനായ ഹാരിസ് സർ, ഏറ്റവും ആദരണീയനായ ഉദ്ഘാടകൻ ബഹുമാന്യനായ ജസ്റ്റിസ് ശ്രീ CT രവികുമാർ, ജഡ്ജ് ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ആൻഡ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കെൽസ, ഏറ്റവും ആദരണീയനായ ശ്രീ നിസാർ അഹമ്മദ് സർ, ഓണറബിൾ ഡിസ്ട്രിക്ട് ജഡ്ജ് മെമ്പർ സെക്രട്ടറി കെൽസ, ബഹുമാനപ്പെട്ട ശ്രീ നചികേത റാവുത്ത് സർ, ഒഫീഷ്യേറ്റിംഗ് ഡയറക്ടർ നിപ്മഡ് ചെന്നൈ, ശ്രീ KC ചെറിയാൻ ITDP പ്രോജക്ട് ഓഫീസർ വയനാട്, സിസ്റ്റർ ജെസി മങ്കോട്ടി, പ്രിൻസിപ്പൽ നിർമ്മൽ ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ച്ഡ് വയനാട്, ഡോക്ടർ സുനീഷ് TV, അസിസ്റ്റന്റ് പ്രൊഫസർ CRC കോഴിക്കോട്. I request that I may kindly be permitted to switch over to English so that our respected chief guest, Sri Nachiketa Rawat sir, can also follow the report. It is with immense sense of happiness and satisfaction this program is being conducted here, the culmination of 1.5 years long sweat and toil of CRC Kozhikode and DLSA Wayanad. The effort of this magnitude to provide free aids and appliances like hearing aid, wheelchair, crutches, etc. to persons with disabilities exclusively belonging to the scheduled tribe population probably would be the first of its kind in the country. The program is implemented using fund of the ADIP scheme of Ministry of Social Justice and Empowerment allotted to CRC Kozhikode, an autonomous institution of the Ministry for the Differently Abled under NIPMED Chennai, with equal involvement of DLSA Wayanad. In fact, this was envisaged by CRCK and DLSA as a large umbrella project for the social welfare of the differently abled tribal population of Wayanad district. A package of benefits under one umbrella, provision of disability medical board certificates, ADIP equipments, legal guardianship certificates, assistance in availing welfare schemes of social justice department like the disability pension, Ashwasagiranam, etc., free medical camps, bank benefits, Aadhaar card provision, etc. was envisaged by CRC and DLSA with the wholehearted cooperation of District Tribal Office, District Social Justice Office, District Medical Office, Kerala Social Security Mission, and the Volunteer Force. This dream project was titled Sparshing,
and was inaugurated by the then Honorable District Judge of Wayanad, Sri K.P. John Sir, on 18th October 2019. The processes were tedious. Till date, 5 of training sessions were provided by CRC and DLSA to various stakeholders of the project, the details of which are as follows. By dividing Wayanad district into 3 divisions as Mananthavadi, Kalpata and Sultan Batteri for operational convenience, 3 days training on disability for government officials, tribal promoters and paralegal volunteers were provided. Further, painstakingly, CRCK and DLSA, with the strong support of ITDP office and DMO, started the field level works. Exclusive Disability Medical Board certificate issuance camps were conducted, and Disability Medical Board certificates were issued to the scheduled tribe persons, first time in the history of Wayanad. Subsequently, disability evaluation camps were conducted strenuously by the entire faculties of CRCK by reaching out to their remote residential places along with evaluation equipments like audiometer, smell and start, orthopedic evaluation equipments, etc. Thus, 24 camps were conducted in 24 tribal residential colonies of Wayanad. The organizing of the entire exercise was fully supported and orchestrated by the DLSA secretaries of the Wayanad, the then secretary, respected subject Mrs. Sunitha Madam, and the present secretary, respected subject Sri Rajesh Sir. The previous ITDP officer, Sri Vanidasan, and the present ITDP officer, Sri K.C. Cherian, district tribal officers, tribal extension officers, and all tribal promoters were the driving forces for this success. Though the project Sparsham could not take off in flying colors due to the unexpected restrictions imposed upon by the unprecedented COVID pandemic scenario, we, CRCK and DLSA, embarked upon the tedious effort of fulfilling the distribution of added aids and appliances to the entire identified persons in the ST population, adhering to the mandatory COVID protocols. DLSA Secretary, respected Sri Rajesh Sir, took up the lead personally and provided CRCK with the entire facilities A to Z. Along with DLSA, the whole staff of CRCK, with wholehearted support from the director, NIPMET Chennai, and ably coordinated by Assistant Professor Dr. Sunish and Rehabilitation Officer Sri Gobiraj, made everything possible. Today, 50 persons with around 58 items are provided with aids and appliances, and the rest of the 100 beneficiaries identified will be provided with the aids and appliances within the next 4 weeks. Aids and appliances worth 10 lakh rupees are supplied in this project. To sum up, today's program is culmination of the entire efforts, and I am submitting this report to this August gathering. Thank you. താങ്ക് യു ഡോക്ടർ റോഷൻ. എല്ലാവരും കേട്ടല്ലോ, 10 ലക്ഷത്തോളം വില വരുന്ന സഹായ ഉപകരണങ്ങളാണ് നിങ്ങൾക്കായിട്ട്, അതായത് ഇതിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, അവർക്കായിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ CRC മുഖേന നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ഡോക്ടർ റോഷൻ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞത്. ഇനി നമ്മൾക്ക് ആ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോഗ്രാമാണ്. ഇത് വലിയ ഒരു പ്രോഗ്രാമായി നടത്തേണ്ടിയിരുന്നു, പക്ഷേ ഈ കോവിഡ് കാലഘട്ടമായതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. ആ വീഡിയോ പ്രസന്റ് ചെയ്യുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ITDP ഓഫീസർ ചെറിയാൻ സാർ ഏതോ ഹാംലെറ്റിലുണ്ട്. അദ്ദേഹം ഉള്ള ഹാംലെറ്റും കൂടി ഒന്ന് കാണിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ രാജു എന്നുള്ള ആൾക്ക് കൊടുക്കുന്നതും അതോടനുബന്ധിച്ച് അവർ തയ്യാറാക്കിയിരിക്കുന്ന ഈ വീഡിയോയും കാണിക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. ഇതിപ്പോ CRCയുടെ 2 വിൻഡോസ് ഉണ്ട്. അതിൽ ഒന്നില് ഞങ്ങളെ എന്റെ വീഡിയോ ആണ്, മറ്റേ CRC ക്ലിക്ക് ചെയ്താല് വീഡിയോ പ്രസന്റേഷൻ ഇപ്പൊ കാണാം, നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഡോക്ടർ റോഷൻ, ആ വീഡിയോ കഴിഞ്ഞോ? ഇല്ല മാം, കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് കണ്ടിന്യൂ. മ്യൂസിക് പോയി, മ്യൂസിക് അങ്ങ് പോയി. ഇല്ല, ഇത് മ്യൂസിക് ഇങ്ങോട്ട് പോയി. ഇല്ല, കാണാം, പലതരത്തിലുള്ള എയ്ഡ്സ് കൊടുക്കുന്നത് കാണുന്നുണ്ട്. അവർക്ക് നടക്കാൻ സഹായിക്കുന്ന, അവർക്ക് മറ്റ് മൂവ്മെന്റ്സിന് കേപ്പബിൾ ആകുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അധികവും തന്നെ നൽകിയിരിക്കുന്നത്. അത് വലിയൊരു അസറ്റാണ് അവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും. നമ്മൾ ചുറ്റുവട്ടത്തും ഇവരുടെ ഹാംലെറ്റ്സിലൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും തളർന്ന് അവശരായി കിടക്കുന്നവർ മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുമൂലം സ്കൂളിൽ പോകാൻ പറ്റാത്ത വിദ്യാർത്ഥികളുണ്ട് ധാരാളം. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെയൊന്ന് കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ ഡോക്ടർ റോഷൻ, അത് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. യെസ് മാം, കഴിഞ്ഞു. യെസ്. നമ്മുടെ ചെറിയാൻ സാർ ലൈനിലുണ്ടോ? ചെറിയാൻ സാർ, ITDP ഓഫീസർ ആയിരിക്കുന്ന ചെറിയാൻ സാർ. എവിടെയാണ് സാർ? അവര് വീട്ടിലുണ്ട് മാം, വീട്ടിലുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ. അവിടുന്ന് ലൈവാണ്. ഓക്കെ സാർ, തുടർന്നോളൂ സാർ. ഒരു പ്രിമിറ്റീവ് ട്രൈബാണ്. നമ്മുടെ വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ആദിവാസികൾക്കിടയിൽ പണിയ വിഭാഗമാണ്. അവരുടെ ഒരു കോളനിയിൽ നമ്മുടെ ITDP ഓഫീസറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെറിയാൻ സാറ് ഉണ്ട്. സാറിനെ സ്ക്രീനിൽ കാണത്തില്ല എങ്കിലും കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. പക്ഷേ നമ്മുടെ രാജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നൽകുന്നുണ്ട്. Yes, Gloria, please. We can switch on to ഓക്കെ the... സാർ. ഓക്കെ സാർ. കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു എങ്കിലും വെറും 30 വയസ്സ് മാത്രം പ്രായമുള്ള രാജു എന്ന ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് നടക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുകയായിരുന്നു CRC-യിലൂടെ. അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ചെറിയാൻ സാർ അവിടെ ഉണ്ട്. ഓക്കെ, എനിവേ, താങ്ക് യു വെരി മച്ച്. നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. മുഖ്യപ്രഭാഷണമാണ്. മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി ഡിസ്ട്രിക്ട് ജഡ്ജും നമ്മുടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയുമായിരിക്കുന്ന ശ്രീ KT നിസാർ അഹമ്മദ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നിസാർ അഹമ്മദ് സാർ.
സാർ കേൾക്കാമോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയും കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ CT രവികുമാർ സർ, വയനാട് ജില്ലയുടെ നീതിന്യായ വ്യവസ്ഥയുടെ തലവനായ ആരി സർ, റോഷൻ വിജി, നച്ചിക റാവു, KC ചെറിയ, ജെസ്സി മാൻകോട്ടിൽ, സുനീഷ്, DLSS സെക്രട്ടറി, സബ്ജക്ട് രാജേഷ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വയനാട്ടിലെ പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി അസസ്മെന്റ് ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യാൻ പദ്ധതിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് നടന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ആ പരിപാടിയിൽ ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവം എന്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അതിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 അടിസ്ഥാനത്തിൽ നമുക്ക് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. ആ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ കർമ്മനീതിപീഠവും ഹൈക്കോടതിയും ഒക്കെ ഇന്റർപ്രിറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് തിന്നും കുടിച്ചും ജീവിക്കുക എന്നത് മാത്രമല്ല, അന്തസ്സോടുള്ള ജീവിതവും അതുപോലെ തന്നെ ആരോഗ്യത്തോടുള്ള ജീവിക്കാനുള്ള അവകാശമാണ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് എല്ലാ ഓരോ പൗരനും, നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരനും ഉറപ്പ് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഈ പരിപാടിയുടെ പ്രാധാന്യം ഞാൻ കാണുന്നത്. ഒരു ലീഗൽ സർവീസ് അതോറിറ്റി, നിയമ സേവന നടത്തുന്ന അതോറിറ്റി ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ഭാഗമാക്കുന്നത് എന്താണ്? ഇത് ഹെൽത്ത് സർവീസ് അല്ലേ എന്ന് തോന്നാം. പക്ഷേ ഭരണഘടന ഈ തരത്തിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നതിൽ നമുക്ക് അവകാശം ഉറപ്പുവരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് ഈ പരിപാടി ഒരു നോക്കുമ്പോൾ ഈ നിയമസഹായം തന്നെയാണ്. കാരണം അന്തസ്സോടെയുള്ള ജീവിക്കാനുള്ള അവരുടെ അവകാശം, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനൊരു പരിധി വരെ പരിഹാരം കാണുകയാണ് ഈ പരിപാടിയിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം ഞാൻ ആ പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ ആംബുലൻസ് കൊണ്ടുവന്ന ഒരു പ്രായമുള്ള ഒരു അമ്മയെ കൊണ്ടുവന്ന് ആ അമ്മയെ പരിശോധിച്ച് ഡോക്ടറെ കൊണ്ടുവന്ന് സാർ കണ്ടു. ഈ അമ്മക്ക് കണ്ണ് കാണില്ല, പക്ഷേ അമ്മക്ക് അറിയില്ല അത് കണ്ണിന് ഒരു അസുഖം കാരണമാണെന്നുള്ളത്. അത് നിത്യേന ഇനി അങ്ങോട്ട് കണ്ണ് കാണാതെ ജീവിക്കാം, അതാണ് അതിന്റെ വിധി എന്നുള്ള രീതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ പറഞ്ഞു വെറും 15 നിമിഷം കൊണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാവുന്ന ഒരു അസുഖമാണ് കണ്ണുള്ളത്. ഇവരെ നിങ്ങൾക്കറിയാം. അവർക്കാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ ആ 15 മിനിറ്റ് കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന ഈ സർജറി ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാം. പോകുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് യാത്രാ ചെലവും വർഷത്തുമായിട്ടുള്ള പൈസയും കൂടെ കൊടുത്തിട്ടാണ് വിടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ സൗകര്യം അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ആ അമ്മക്ക് അറിയില്ല. ഇതൊരു അസുഖമാണെന്നും ഇതൊരു 15 മിനിറ്റ് കൊണ്ട് ചെറിയൊരു സർജറി കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണെന്നും ആ അമ്മക്ക് അറിയില്ല എന്നുള്ളത്. അവിടെയാണ് നമ്മുടെ ഈ ക്യാമ്പിന്റെയും ഇത്തരം പരിപാടിയുടെയും പ്രസക്തി ഞാൻ കാണുന്നത്. ആ ഒരു അമ്മയ്ക്ക് ആ കണ്ണിന് കാഴ്ച ഈ ക്യാമ്പ് കൊണ്ട് നമുക്ക് നൽകി കൊടുക്കാൻ സാധിച്ചെങ്കിൽ അതാണ് നമ്മൾ മുന്നോട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. പെരുമാസാറുടെ എടുത്തു പറയുകയുണ്ടായി, അതാണ് ഏറ്റവും പുണ്യം. ഈ ക്യാമ്പിൽ ഞാൻ ഏറ്റവും കാണുന്നത് അതാണ്. അപ്പൊ നമ്മൾ ടീച്ചറോടെ കാണുകയുണ്ടായി, കിടപ്പുകളിലായിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുള്ള അറിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് എത്രമാത്രം സന്തോഷമാണ് അവർ ഉണ്ടാവുന്നത്. ഈ പരിപാടി തുടങ്ങി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായി പല അവസരത്തിൽ ജില്ലയിൽ നിന്നും ഗവർണർ സെക്രട്ടറി പല തവണ വിളിച്ചുകൊണ്ട് നമുക്ക് പരിപാടി വേണം. 2 തവണ വിമാസാറിന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ പല സമയത്ത് നീണ്ടുപോയി. മൂന്നാമത് അവിടുന്ന് രാജേഷിനോട് പറഞ്ഞു, സാറേ പലരെല്ലാം റെഡിയായിട്ടുണ്ട്, കോവിഡ് സാധനത്തിൽ സാറെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇനി എന്നോട് കാര്യം പറയണം, ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഈ സാറിന് എടുത്തു പോയി ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിക്കും. കാരണം അത്രയ്ക്കും താല്പര്യം അന്ന് പറഞ്ഞത് ഫംഗ്ഷൻ എല്ലാം നമുക്ക് വേണ്ടത് അത് ഏറ്റവും നേരത്തെ
ഒരു ദിവസം നേരത്തെ അർഹതപ്പെട്ട എത്രയാണെങ്കിൽ അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ രവിമാസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനു ശേഷം മാത്രമാണ് പിന്നെ രവിമാസ്റ്റർ പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ അവർക്ക് ഒരു ചടങ്ങ് വേണം, ഒരു ഫംഗ്ഷൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് സാറിനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഈ രീതിയിലാണ് നല്ല രീതിയിൽ എക്സൈയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നുകൊണ്ട് വേണ്ട നിർദ്ദേശം കാര്യം ചെയ്തുകൊണ്ട് തുടർന്നും വയനാട്ടിലെ എന്ന് മാത്രമല്ല, വയനാട്ടിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രീതിയിലുള്ള ആളുകൾക്കും അർഹതപ്പെട്ടവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. അതിന് ഈ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ നൈപുണ്യ വികസനത്തിനും ശാക്തീകരണത്തിനും അവരെ പുരാവസ്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഈ സെന്റർ ഫോർ കമ്പോസിറ്റ് റീജിയൻ സെന്റർ അതിനോട് പ്രവർത്തിച്ച ടീം എല്ലാവിധം നമ്മൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒത്തിരി നന്ദി സർ. ഹൃദയത്തിൽ നിന്നും വന്ന വാക്കുകളായിരുന്നു അത്. ഒരിക്കൽ കൂടി ആർട്ടിക്കിൾ 21ന്റെ പ്രത്യേകത ഞങ്ങൾ എല്ലാവരെയും കൂടെ ഓർമ്മിപ്പിച്ചതിനും സാറിന് ഒരുപാട് നന്ദി. അടുത്തത് ടുഡേസ് ചീഫ് ഗസ്റ്റ് ശ്രീ നച്ചിക്കേട്ട റൌട്ട്. He is the officiating director, National Institute for the Empowerment of Persons with Multiple Disabilities, Chennai. It is under the Ministry of Social Justice and Empowerment, Government of India. May I invite Mr. Nachiketa Raut for the speech, sir. Thank you. I am absolutely humbled by the presence of such an august gathering, and especially the lawmakers of the country who actually define out how we work. So congratulations, Dr. Roshan Bijli. It's really exceptional that people who are from the judiciary are praising you. It's nice. I could get the intent from their speech. It's wonderful. If you come out of the Calcutta airport, there would be a huge hoarding where you have this Albert Einstein photograph, and they say that it is not important that you should be remembering or knowing what exactly to do. You should be knowing which are the right kind of people whom you should approach to get your work done. So I think Dr. Roshan Bijli is one of the perfect examples of that particular quote, where he knows whom he should be approaching out, how he should be approaching out, and the example where 1 + 1 becomes 11. So I thank and I welcome our Honorable Justice Sri Ravi Kumar ji, a wonderful speech, sir. I welcome Honorable Justice Sri A. Haris Sahab. I welcome Honorable District Judge Sahab Sri Nizar Ahmed ji, and Miss Glory. Dr. Roshan Bijli, all of you, you are doing this wonderful program. This is ADIP scheme. It's important because, see, you and me are here because our sensory organs, so these 5 senses, they get us connected. So the moment somebody loses out this vision phenomenon, until and unless this goes in like a low vision aid, then this connectivity goes off. Similarly, if I have a hearing loss and if I don't get a hearing aid, the connectivity goes off. If I have a locomotor issue and I don't have a wheelchair or a tricycle, the connectivity goes off. So the government of India has this ADIP scheme under which we give no cost aids and appliances to the persons with disabilities. But the major challenge is, how do we get those delivered to the people who are the unreached? So congratulations, Dr. Roshan Bijli and team, for doing this wonderful work, especially for the SC/ST population. I congratulate all of you that you have spared out this amount of time for the program. It encourages us. Thank you, one and all, for being associated. And it's a matter of pride and honor for me that I initiated the CRC Kozhikode as the nodal officer long back in 2012. So sir has taken it up very well. Thank you for blessing us. Thank you for being together. Thank you, sir. Thank you, sir, for the wonderful message. It was so heartening that that you started the center at Calicut. Anyway, we hope your cooperation in the future also. Wayanad DLSA also is very much humbled and honored by your presence, dear sir. Now we'll go to the felicitation part of the program. നമുക്ക് ആശംസകൾ സാറ് നെച്ചിക്കട്ട സാറ് പറഞ്ഞതുണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ, അവർ പറഞ്ഞത് നമ്മൾക്കിപ്പം ചെവി കേൾക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ടിവിറ്റി പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാനോ നമുക്ക് ലോകവുമായിട്ടുള്ള എന്തൊക്കെയോ നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പൊ ആ നഷ്ടപ്പെടലിനെ
നമുക്ക് വീണ്ടെടുക്കുവാനുള്ള ഒരു സംരംഭമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരിട്ട് കാണാം പിന്നീടുള്ള സമയങ്ങളിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ആശംസകളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ശ്രീ KC ചെറിയാൻ, ITDP പ്രോജക്റ്റ് ഓഫീസർ വയനാടാണ്. KC ചെറിയാൻ സാർ എന്ന് പറഞ്ഞ ഇത്രയും പ്രോആക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രൈബൽ ഓഫീസറെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. സാർ ഇപ്പൊ ഇങ്ങനെ ഏതോ കോളനിയിലുണ്ട്, മുടിയൊക്കെ നീണ്ട് സാർ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കോവിഡ് കാലമായാലും ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാതെ ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് നടക്കുന്ന KC ചെറിയാൻ സാറാണ്. അതിന് യാതൊരു സംശയമില്ല. സാർ, അങ്ങയുടെ 2 വാക്കുകൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാന് ചിന്നപുരം കോളനിയിലാണ് നിന്നത്. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന ചിന്നപുരം പനിയ കോളനി. അവിടുത്തെ അതിന് മണിക്കാണ് നമ്മൾ വീഴ്ച കൊടുത്തത്. എന്തായാലും വളരെ നല്ല ഒരു സംരംഭമായിരുന്നു. നമ്മൾ വീടൊക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിലും പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാനും നടക്കാനുള്ള ഏറ്റവും ആദ്യം വേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇതാണ് ഇത് എത്രയും ഇത് നൽകാൻ വേണ്ടി പിന്നെ അത് അഭിനന്ദിക്കാൻ മതിയാവില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സാറെ കണക്ഷൻ പോകുന്നു, അല്ലാണ്ട് ഒന്നും കേൾക്കുന്നില്ല ചെറിയാൻ സാർ. Sorry, there is some connectivity problem. യെസ് സാർ. ചെറിയാൻ സാർ ഒന്ന് കണക്ട് ചെയ്യുന്നിടത്ത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ അവിടെ? നമ്മൾക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല സാർ. ഇത് റിമോട്ട് ഏരിയ ആയതിനാലാണ് ഇങ്ങനെ ഈ പ്രശ്നം വരുന്നത്. എന്തായാലും ഇതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ താങ്ക് യു സാർ. സാറ് മൂപ്പേനാടുള്ള കാരണം ഒരു ഉൾനാടൻ പ്രദേശമാണ്, അവിടെ കണക്ടിവിറ്റി ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സാറ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് വയനാട് DLSയുടെ നേതൃത്വത്തിൽ, CRCയുടെ നേതൃത്വത്തിൽ ഈ ചെയ്ത കാര്യങ്ങളിൽ നിന്നും ജുഡീഷ്യൽ ഓഫീസേഴ്സ്, ഹൈക്കോർട്ടിൽ നിന്നും നമ്മുടെ ജില്ലകളിൽ നിന്നും ഒക്കെയുള്ള ഓഫീസേഴ്സ് ഇതിനകത്ത് പങ്കെടുത്തതിൽ അങ്ങേയറ്റം അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഞാനും കൂടി എല്ലാവരോടുമായിട്ട് അത് പറയുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം ഒരു റിമോട്ട് ഏരിയയിലാണുള്ളത്. അപ്പോൾ താങ്ക് യു ചെറിയാൻ സാർ. അടുത്തതായി നമ്മൾക്ക് ആശംസ അറിയിക്കുന്നത് റെവറൻഡ് സിസ്റ്റർ ജെസ്സി മാങ്കോട്ടിൽ SH, പ്രിൻസിപ്പൽ നിർമ്മൽ ജ്യോതി സ്കൂൾ ഫോർ മെന്റലി ചാലഞ്ച്. ഒരു സാധാരണ സ്കൂൾ നടത്തുന്നതിന് ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം ഒരു സ്കൂളിന്റെ ഹെഡായിട്ടിരുന്ന ആളാണ്. അപ്പോൾ ഒരു മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെ നയിക്കുക എന്ന് പറയുന്നത് സിസ്റ്ററൊക്കെ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് സിസ്റ്റർ. നമുക്ക് സിസ്റ്റർ ജെസ്സി മാങ്കോട്ടിലിന്റെ വാക്കുകളെ ശ്രദ്ധിക്കാം. സിസ്റ്റർ സംസാരിച്ചോളൂ. സർപ്പം പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്നത്തെ ഈ ഉപകരണങ്ങളുടെ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ടുള്ള അധ്യക്ഷത വഹിക്കുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഹരി സാർ, ഓണറബിൾ ജഡ്ജ് സിറ്റി രവികുമാർ സാർ, K രാജേഷ് സാർ, ചെറിയാൻ സാർ, ചീഫ് ഗസ്റ്റ് നെച്ചീത്, മറ്റു വിശിഷ്ട വ്യക്തികളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുവാന്, ഈ കുടുംബത്തിൽ അംഗമാകുവാൻ സാധിച്ചതിനും. കാരണം വിഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കണ്ണില്ലാത്തവർക്ക് കണ്ണായി, കാതില്ലാത്തവർക്ക് കാതായി, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി തീരുവാൻ സാമൂഹ്യ മൂല്യത്തിന് വില കൽപ്പിക്കുന്ന നമ്മുടെ ഓരോരുത്തർക്കും അതിനുള്ള കടമയുണ്ട്, നമ്മുടെ കർത്തവ്യമാണ് എന്ന ബോധ്യത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ഇതെല്ലാം ഈ മക്കളുടെ അവകാശമാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കുവാന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അവരുടെ കാതും കണ്ണുമായി നമ്മൾ നിന്നുകൊണ്ട്, അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് അവർക്ക് ശക്തിയേകുവാനും സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ മകൾക്ക് ഒത്തിരിയേറെ കഴിവുണ്ട്. മെന്റലി ചാലഞ്ചഡ് ആയുള്ള കുട്ടികളെ പരീക്ഷിക്കുന്ന ഒരു
അധ്യാപിക എന്ന നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ കുട്ടികള് ഇവരുടെ നാനാവിധ കഴിവുകളിലൂടെ ഇവര് നാഷണൽ ഇന്റർനാഷണൽ തലത്തിൽ വരെ പേരെടുത്തിട്ടുണ്ട്. അത്രയും കഴിവുകൾ ഇവർക്കുള്ളപ്പോൾ എവിടെയാണ് ഇവരുടെ കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരുടെ ആ കഴിവുകൾ വികസിപ്പിക്കുവാനും ആ വിഭിന്ന ശേഷി വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെത്തി അവരെ വളർത്തുവാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താം. ഇതിന്റെ ഭാഗമായി തീരുവാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഒത്തിരിയേറെ ഈ മക്കൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുവാനും അതോടൊപ്പം തന്നെ നാളെയുടെ നല്ല വാഗ്ദാനങ്ങളായി നമ്മളോടൊപ്പം ഇവരുടെ ഈ കുറവുകൾ മറന്നുകൊണ്ട് ഇവരുടെ കഴിവുകളുടെ ആ മികവുകൾ മനസ്സിലാക്കി ഇവരെ ഉത്തരവാദിത്വം വളർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന്റെ സാധ്യതകൾ കണ്ടെത്തി വളർത്തുവാൻ ഈ അവസരം നിങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. ഇനിയും ഞങ്ങളുടെ പിന്തുണയും അതിനുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഇതിന്റെ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് എന്നെ ഇതിനകത്തേക്ക് ക്ഷണിച്ചതിന് നിങ്ങൾക്ക് ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ ജെസ്സി മാങ്കോട്ടിൽ. സിസ്റ്ററിന്റെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശനമാണ്. ആ നന്ദി പ്രകടനത്തിനായിട്ട് ഡോക്ടർ സുനീഷ് ടി വി, അസിസ്റ്റന്റ് പ്രൊഫസർ CRC കോഴിക്കോട്, അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ സുനീഷ് പ്ലീസ്. യെസ് മാം. ഈ വൈകിയ വേളയിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇത്ര മനോഹരമായ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിച്ചത് ശ്രീ A. ഹാരിസ് സാറാണ്. നമുക്കറിയാം, ഹാരിസ് സാറിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു ഇത്തരം പ്രൊജക്റ്റിനോടുള്ള സാറിൻ്റെ ആഭിമുഖ്യവും അതിനുവേണ്ടി ഏതറ്റം വരെയും സഹായിക്കാനും മനസ്സുള്ള ഒരു വ്യക്തിത്വമാണ് ഹാരിസ് സാർ. ഹാരിസ് സാറിന് ഞാൻ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ച ഹോണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് CT രവികുമാർ സർ, ജുഡീഷ്യറിയിലെ ഏറ്റവും മുതിർന്ന, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജ് സാറിൻ്റെ തിരക്കൊക്കെ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെയും ഇത്രയും നല്ല ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നല്ല വാക്കുകൾ പറയുകയും ഇത്തരം പ്രൊജക്റ്റിനോട് സാറ് പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ CRC ഞങ്ങൾ ഓരോരുത്തരെയും ഇതിന്റെ പ്രൊജക്റ്റിൽ വീണ്ടും എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇത്തരം പ്രൊജക്റ്റുകളാണ് നടക്കേണ്ടത് എന്നൊരു തോന്നൽ വീണ്ടും നമ്മുടെ മനസ്സിൽ എത്തിക്കാൻ സാറിൻ്റെ സ്പീച്ചിന് സാധിച്ചു. സാറിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായ നന്ദി അർപ്പിക്കുന്നു. മുഖ്യപ്രഭാഷണം നടത്തിയ നിസാർ അഹമ്മദ് സാറിനെ ഞാൻ ഈ ഒരു മെഡിക്കൽ ബോർഡ് ക്യാമ്പിൽ അതിൻ്റെ ഉദ്ഘാടനത്തിനായി വന്ന് പരിചയമുണ്ട്. അന്നും ഇന്നും അതേ സ്പിരിറ്റോടുകൂടി ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന നിസാർ അഹമ്മദ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ടുള്ള നിമ്മഡ് ചെന്നൈയിലെ ഡയറക്ടർ നച്ചിക്കേത് റോസ് സാറ് ഞങ്ങൾക്കെല്ലാം അറിയാം വളരെ എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ ഓൾ ഹാർട്ടഡ്ലി എന്തിനും സമ്മതം നൽകുന്ന നച്ചിക്കേത് സാറിന് ഐ എക്സ്റ്റെൻഡ് മൈ deep thanks to Nachiketa Rao sir. Thank you sir. Thank you very much. ഞങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന റോഷൻ ബിജ്ലി സാറിൻ്റെ ആരോ പറഞ്ഞതുപോലെ ചെറിയ കാര്യത്തിൽ പോലും വലിയ സമയം കൊടുത്ത് അതിനെ ഹൃദയത്തോട് ചേർത്ത് ഓരോ പ്രൊജക്റ്റിനെയും ഹൃദയത്തോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന സാറിൻ്റെ ഒരു പക്ഷേ ആ നേതൃത്വമായിരിക്കാം ഇത്രയും നന്നായി ഈ പ്രൊജക്റ്റ് പോകുന്നതിന് തന്നെ കാരണം. സാറിനെ ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ വയനാട് ITDB പ്രൊജക്ട് ഓഫീസർ ചെറിയാൻ സാറുമായിട്ടുള്ള കുറേ ദിവസങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എന്തിനും ഏതറ്റം വരെയും നമ്മളോട് കൂടെ നിൽക്കുന്ന ചെറിയാൻ സാറിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളോട് ഒരുപാട് സഹകരിച്ച ജെസ്സി മാങ്കോട്ടിൽ സിസ്റ്ററിൻ്റെ സ്കൂളിൽ കുറേ മാസങ്ങളായി ഞങ്ങൾ വലിയ സ്പേസ് ഓക്യുപ്പൈ ചെയ്തിരിക്കുകയായിരുന്നു. ഇതെല്ലാം സൂക്ഷിക്കാനായിട്ട് ഒരു പരാതിയുമില്ലാതെ ആ ദിവസങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തം വീട്ടിൽ സാധനങ്ങൾ സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച സിസ്റ്റർ ജെസ്സി സിസ്റ്ററിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ നമ്മളോട് ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ സക്സസ്സിനായി നമ്മളോട് സഹകരിച്ച ഡിസ്ട്രിക്ട് ട്രൈബൽ ഓഫീസേഴ്സ് ഉണ്ട്, എക്സ്റ്റൻഷൻ ഓഫീസേഴ്സ്, അതിലെല്ലാം ഉപരി പ്രൊമോട്ടേഴ്സ്, ഇതിൻ്റെ ബെനിഫിഷ്യറീസ്, ഓരോ ക്യാമ്പിലും
വളരെ സമയം ക്ഷമയോടെ നമ്മളോട് സഹകരിച്ച ബെനിഫിഷ്യറീസ്, CRC കോഴിക്കോടിലെ എല്ലാ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ITDP മുൻ പ്രൊജക്ട് ഓഫീസറായിരുന്ന വാണിദാസ് സർ, മറ്റ് എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഒരാളെ വിട്ടു, രാജേഷ് സാർ, സോറി സാർ. രാജേഷ് സാർ, ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനും റോഷൻ സാറൊക്കെ അവിടെ ചെന്നപ്പോൾ ഈ പ്രൊജക്റ്റിനെ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. സാറിൻ്റെ ഒരു ഫുൾ എഫേർട്ട് ഇതിലുണ്ട്. ഇത് വിജയിച്ചതിൽ സാറിനും അഭിമാനിക്കാം. ഞാൻ ശ്രീ രാജേഷ് സാറിന് ഏറ്റവും ഹൃദ്യമായി നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അങ്ങനെ നമ്മുടെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. എൻറ്റയർ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഓഫ് വയനാട് ഡിസ്ട്രിക്ട് ആൻഡ് ഓൾസോ അക്രോസ് ഫ്രം ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ് അക്രോസ് കേരള, നമ്മുടെ ഹൈക്കോടതി ജഡ്ജായിരിക്കുന്ന ശിവകുമാർ സർ, നിസാമുദ്ദീൻ സർ, എല്ലാവർക്കും. രാജേഷ് സാറാണ് ഇതിന്റെ അമരത്ത് നിൽക്കുന്നത്. തീർച്ചയായിട്ടും സാറ് അധികം ഒന്നും വലിയ ബഹളം ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്രക്സ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, കാട്ടുനായ്ക്ക് വിഭാഗത്തിലെ കുട്ടികളെ കൊണ്ട് സാറ് ഫ്ലാറ്റിന്റെ എക്സാം വരെ സാറ് എഴുതിച്ചു. ഞാനും അതിന്റെ ഒരു ചെറിയ പാർട്ടായിരുന്നു. അപ്പൊ അത്ര പ്രൊആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീം നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. രാജേഷ് സാർ, ഇനി എന്തെങ്കിലും ഉണ്ടോ?